വെൽക്കം ടു SJ A² അക്കാഡമി. അധ്യായം 5 വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ഉപകരണങ്ങൾ, ടൂൾസ് ഫോർ എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇതിൽ ഫസ്റ്റ് വരുന്നത് ശോധകം ടെസ്റ്റ്, സെക്കൻഡ് വൺ സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ അനക്ഡോട്ടൽ റെക്കോർഡ്, തേർഡ് വൺ സഞ്ചിത രേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഫോർത്ത് വൺ ചിഹ്നാങ്ക സൂചി അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ്, ഫിഫ്ത്ത് വൺ നിർദ്ധാരണ മാപിനി അല്ലെങ്കിൽ റേറ്റിംഗ് സ്കെയിൽ, സിക്സ്ത് വൺ ചോദ്യാവലി ക്വസ്റ്റ്യനെയർ, സെവൻത്ത് വൺ മനഃശാസ്ത്ര ശോധകം സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇത്രയാണ് ടൂൾസ് ഫോർ എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പം നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ശോധകം ടെസ്റ്റ്. പരീക്ഷയിൽ നിന്നും വാചികമോ ലിഖിതമോ പ്രവൃത്തി രൂപത്തിലുള്ളതോ ആയ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്ന നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പരിശോധന ഉപകരണമാണ് ശോധകം. ഫോർ എക്സാമ്പിൾ സിദ്ധി ശോധകം, അച്ചീവ്മെന്റ് ടെസ്റ്റ്. സെക്കൻഡ് വൺ സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ അനക്ഡോട്ടൽ റെക്കോർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്സിനകത്തും പുറത്തും വെച്ച് കുട്ടികളിൽ നിന്നുണ്ടാകുന്ന വ്യവഹാരങ്ങളെ അപ്പോൾ കുറിച്ചു വെക്കുന്ന രേഖയാണ് ഉപാഖ്യാന രേഖ. അതായത് ക്ലാസ്സിനകത്തും പുറത്തും വെച്ച് കുട്ടികളിൽ നിന്നുണ്ടാകുന്ന വ്യവഹാരങ്ങളെ അപ്പോൾ കുറിച്ചു വെക്കുന്ന രേഖ, അതാണ് എന്ത് ഉപാഖ്യാന രേഖ. തേർഡ് വൺ സഞ്ചിത രേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ്. വിദ്യാർത്ഥിയുടെ വിദ്യാലയ ജീവിതാനുഭവങ്ങളുടെ സമഗ്ര രേഖയാണ് സഞ്ചിത രേഖ. അതായത് ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് ഡാറ്റയാണ് എന്ത് ക്യുമുലേറ്റീവ് റെക്കോർഡ്, സഞ്ചിത രേഖ എന്ന് പറയുന്നത്. വിവിധ വിഷയങ്ങളിലെ പഠനസിദ്ധി, കായിക വികസനം, ആരോഗ്യകാര്യങ്ങൾ, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലെ ഭാഗഭാഗിത്വം തുടങ്ങിയവയെ സംബന്ധിച്ച് പഠനകാലം മുഴുവൻ തുടർച്ചയായി ശേഖരിച്ച വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രേഖയാണ് എന്ത് സഞ്ചിത രേഖ, അതായത് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഫോർത്ത് വൺ ചിഹ്നാങ്ക സൂചി അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ്. വ്യവഹാര രീതികൾ, നൈപുണ്യങ്ങൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ഇനങ്ങൾ ക്രമമായി എഴുതി ചേർത്തുണ്ടാക്കുന്ന ഒരു പട്ടികയാണ് ചെക്ക് ലിസ്റ്റ്. നിരീക്ഷിക്കുമ്പോൾ ഉണ്ടെന്ന് കാണുന്ന ഇനത്തിനു നേരെ ഒരു ടിക്ക് അടയാളമിട്ട് ആ വിവരം സൂചിപ്പിക്കുന്നു. ജസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് ചെക്ക് ലിസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന വ്യവഹാരങ്ങൾ ഒരു ഭാഗത്തും പരിശോധിക്കപ്പെടുന്ന കുട്ടികളുടെ വിവരം മറുഭാഗത്തുമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ദ്വിമാന പട്ടികയാണ് ചെക്ക് ലിസ്റ്റ്. അതായത് വ്യവഹാരങ്ങൾ ഒരു ഭാഗത്തും അതുപോലെ തന്നെ കുട്ടികളുടെ വിവരം മറുഭാഗത്തുമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ദ്വിമാന പട്ടികയാണ് എന്ത് ചെക്ക് ലിസ്റ്റ്. ഇനി ഫിഫ്ത്ത് വൺ നിർദ്ധാരണ മാപിനി റേറ്റിംഗ് സ്കെയിൽ. ചെക്ക് ലിസ്റ്റിൽ ഒരു പ്രതിഭാസ ചരം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം രേഖപ്പെടുത്തുന്നു. അത് ഏതളവിലാണ് കാണപ്പെടുന്നത് എന്ന് നിർണ്ണയിക്കുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ. ഫോർ എക്സാമ്പിൾ ഗുഡ്, ആവറേജ്, ബിലോ ആവറേജ് എന്ന് 3 പോയിന്റിൽ റേറ്റിംഗ് രേഖപ്പെടുത്താം. അതായത് 3 പോയിന്റ് സ്കെയിലാണ്. കുട്ടികളിലെ വ്യവഹാരങ്ങൾ ഏത് നിലവാരത്തിലാണ് എന്ന് സൂക്ഷ്മമായി നിർണ്ണയിക്കുവാൻ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കുന്നു. കൂടുതൽ സൂക്ഷ്മമായ വിലയിരുത്തൽ വേണമെങ്കിൽ ഇത് 5 പോയിന്റ് സ്കെയിൽ ഓർ 7 പോയിന്റ് സ്കെയിലാക്കി മാറ്റാം. സിക്സ്ത് വൺ ചോദ്യാവലി ക്വസ്റ്റ്യനെയർ. നൽകുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പഠനത്തിന് വിധേയരാകുന്ന വ്യക്തികൾ തന്നെ ഒരു ഫോറത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപകരണമാണ് ചോദ്യാവലി. പാരിമാണികവും ഗുണാത്മകവുമായ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിയ അയവുള്ള ഒരു ഉപകരണമാണ് ചോദ്യാവലി. ചോദ്യാവലികളിൽ ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി, ഓപ്പൺ എൻഡഡ് ചോദ്യാവലി എന്നിങ്ങനെ 2 തരമുണ്ട്. ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലിയിൽ പ്രതികരിക്കുന്നയാൾ ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുത്താൽ മതി. അതായത് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്പൺ എൻഡഡ് ചോദ്യാവലിയിൽ പ്രതികരിക്കുന്നയാളിനെ തനിക്കിഷ്ടമുള്ള ഉത്തരം നൽകാം. തിരഞ്ഞെടുക്കാൻ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടാവില്ല. അതായത് ഓപ്ഷൻസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല, നമുക്ക് ഇഷ്ടമുള്ള ഉത്തരം കൊടുക്കാം. സെവൻത്ത് വൺ മനഃശാസ്ത്ര ശോധകം സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഒരു വ്യക്തിയുടെ ബുദ്ധി, വ്യക്തിത്വം, വികാരം, ഉദ്ദേശ്യം, മനോഭാവം, താല്പര്യം തുടങ്ങിയവ അളക്കുന്നതിനുള്ള ശാസ്ത്രീയ ശോധകമാണ് മനഃശാസ്ത്ര ശോധകം. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാ? ബുദ്ധി ശോധകം ഇന്റലിജന്റ് ടെസ്റ്റ്, അഭിരുചി ശോധകം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സംഭവ വിവരണ രേഖ അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ അനക്ഡോട്ടൽ റെക്കോർഡ്, അതുപോലെ തന്നെ സഞ്ചിത രേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ്, ചിഹ്നാങ്ക സൂചി അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ്, നിർദ്ധാരണ മാപിനി റേറ്റിംഗ് സ്കെയില്. ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായി പഠിക്കുക. താങ്ക് യു.